മലയാള സാഹിത്യത്തിലെ അതികായനായ ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ കുടുംബ വീടാണ് നമ്മളീ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി പിന്നീട് ഇത് അദ്ദേഹത്തിൻ്റെ സ്മാരകമാക്കി മാറ്റുകയായിരുന്നു. 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കുട്ടനാടിൻ്റെ മണ്ണിൽ വേരൂന്നി ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ആ പ്രതിഭയുടെ ജീവിതയാത്രയിൽ എന്നും അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്, ബാല്യവും കൗമാരവും വാർദ്ധക്യവും എല്ലാം അദ്ദേഹം ജീവിച്ചു തീർത്ത വീട്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ കൃതിയായ കയർ എന്ന നോവലിലൂടെയാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. സ്മാരകത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ മധ്യത്തിലായിരിക്കുന്ന ഈ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ തുടങ്ങി മലയാള സാഹിത്യത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ എത്രയോ മഹത്തരമായ കൃതികളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മഭൂഷൺ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങി അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ അനവധിയാണ്. 1984 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് കയർ എന്ന നോവലിലൂടെ ലഭിക്കുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, പത്മഭൂഷൺ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മറ്റു പ്രധാന ബഹുമതികൾ. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ തോട്ടികളിലെ ജീവിതം തുറന്നു കാട്ടിയ മലയാളത്തിലെ ആദ്യകാല റിയലിസ്റ്റിക് നോവലായ തോട്ടിയുടെ മകൻ അദ്ദേഹം രചിച്ചത് 1947 ഫ്യൂഡൽ വ്യവസ്ഥയുടെ ചൂഷണങ്ങളെ തുറന്നു കാട്ടിയ കൃതിയായ രണ്ടിടങ്ങഴി 1948 അദ്ദേഹം രചിച്ചത്. ശ്രീ തകഴി ശിവശങ്കര പിള്ള ലോക പ്രശസ്തിയിലേക്ക് എത്തുന്നത് 1956 അദ്ദേഹം രചിച്ച ചെമ്മീൻ എന്ന നോവലിലൂടെയാണ്. 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലിലൊന്നാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന വിഖ്യാത നോവലിനെ ആസ്പദമാക്കി രാമു കാര്യർ സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ലോകോത്തര നിലവാരം നേടിക്കൊടുത്തു. ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായി മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണകമലം, അതായത് നാഷണൽ അവാർഡ് ലഭിച്ചത് ചെമ്മീനിലൂടെയാണ്. കടലോരത്തെ മുക്കുവ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മെനഞ്ഞെടുത്ത ഒരു മനോഹരമായ കാവ്യമായിരുന്നു ചെമ്മീൻ. 1999 ഏപ്രിൽ 10 അദ്ദേഹം വിട പറയുമ്പോൾ മലയാള സാഹിത്യത്തിന് നഷ്ടപ്പെട്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു. ശ്രീ തകഴി ശിവശങ്കര പിള്ളയുടെ സ്മാരകമാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ ഈ തറവാടായ ശങ്കരമംഗലം തന്നെയാണ് ഏറ്റവും അനുയോജ്യമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഇവിടെ നിൽക്കുമ്പോൾ.